പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് നമുക്ക് ഓരോ വിഷു ആഘോഷവും അല്ലേ. വിഷുക്കണി ഒരുക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളികളൊക്കെയും. എങ്ങനെ വിഷുക്കണി ഒരുക്കുക? നല്ലൊരു ഓട്ടുരുളിയിൽ ഉണക്കലരിയും നെല്ലും ഒക്കെ പകുതിയോളം നിറച്ച് അതിൽ ഒരു നാളികേര മുറിവെച്ച് പിന്നീട് കണിവെള്ളരി, ചക്ക, മാങ്ങ, കദളിപ്പഴം തുടങ്ങി സമൃദ്ധിയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്ന എല്ലാ ഫലവർഗ്ഗങ്ങളും വെച്ച് പിന്നീട് ഈ ഓട്ടുരുളിയുടെ നടുവിലായിട്ടൊരു വാൽക്കണ്ണാടി വെച്ച് ഇതിൻ്റെയൊക്കെയും മുകളിലായി കണിക്കുന്ന പൂക്കൾ വിതറി ഇതിനടുത്ത് തന്നെ ഒരു കൃഷ്ണ വിഗ്രഹവും നിലവിളക്കും വയ്ക്കും. പിന്നെന്താ, ഒരു താലത്തിൽ കോടിമുണ്ടുണ്ട്, രാമായണമോ ഭഗവത്ഗീതയോ വയ്ക്കും, കുങ്കുമച്ചെപ്പ്, കൺമഷി, ഇതിനൊക്കെയും പുറമെ വെറ്റിലയില് നാണയത്തുട്ടുകളും പാക്കും സ്വർണവും അങ്ങനെ ഇതെല്ലാം വെച്ച് രാത്രിയിൽ നമ്മൾ കണിയൊരുക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ ക്രമം ഓരോ നാടനുസരിച്ച് മാറും കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇങ്ങനെയാണ് കണിയൊരുക്കുക. അപ്പോൾ കണി വെക്കാനുള്ള തിരക്ക് എങ്ങനെയാണ്, എത്രത്തോളമാണ് വിപണികളിലെ തിരക്കെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ കോഴിക്കോട്ടെയും തൃശ്ശൂരിലെയും കൊച്ചിയിലെയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കോഴിക്കോട് നിന്ന് മിഠായി തെരുവിൽ നിന്ന് മുബാറക്കും, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും, കൊച്ചിയിൽ നിന്ന് ജോയ്മോനും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം കോഴിക്കോട് നിന്നും തുടങ്ങാം. കാരണം ഈ മലബാർ ഭാഗത്താണ് വലിയ ആഘോഷം നടക്കുന്നത് വിഷുവിൻ്റെ. അപ്പം മുബാറക്കെ, വിപണികളൊക്കെ നമ്മൾ രാവിലെ കാണുമ്പോൾ അങ്ങ് ഉണർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹലോ മലയാളത്തിൽ ഈ വിഷു വിപണി സംസാരിച്ചിരുന്നു. അപ്പം വിപണി അന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സജീവമായിട്ടുണ്ടാവും അല്ലേ? സേതു, അങ്ങനെ തന്നെയാണ്. രാവിലെ നമ്മൾ ഹലോ മലയാളത്തിൽ കണ്ടിരുന്നത് അതിൻ്റെ ഒരു തിരക്ക്, വിഷുവിൻ്റെ ഒരു തിരക്ക് വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ കാണുന്നത് മിഠായിത്തെരുവിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ സാധാരണഗതിയിൽ തന്നെ മിഠായിത്തെരുവിൽ തിരക്കാണ്. ഇന്ന് വിഷുവോടനുബന്ധിച്ച് ഇതിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്ര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനത്തിരക്കുണ്ട്. ഇവിടെ കണിക്കൊന്നയും അതുപോലെ തന്നെ കണിവെള്ളരിയും അതുപോലെ ചക്കയും തുടങ്ങി നിരവധി സാധനങ്ങൾ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നു. അതുപോലെ വസ്ത്രശാലകളിലെല്ലാം വലിയ ഓഫറുകളും, അതുപോലെ ഈ വസ്ത്രശാലകളുടെ പുറത്തെ ഡിസ്പ്ലേയിലെല്ലാം സെറ്റ് സാരിയും അതുപോലെ കസവ് മുണ്ടുമെല്ലാം അണിഞ്ഞുള്ള ഡമ്മികൾ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ ഈ പറയുന്നത് പോലെ വിഷുക്കോടി വാങ്ങുന്നതിനും അതുപോലെ ഈ വിഷുക്കണി ഒരുക്കുന്നതിനും വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുക്കൽ, ഒരു അവസാനഘട്ട ഒരുക്കത്തിലാണ് കോഴിക്കോട്ടെ മലയാളികൾ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കണിക്കൊന്ന വിൽക്കുന്നൊരു ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോൾ എത്തിയതാണ് ഇവിടെ? ഒരു മണിക്കൂർ മുമ്പ് എത്തിയ. ഒരു മണിക്കൂർ മുമ്പ്. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. ആണല്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, ആള് വാങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇന്നിപ്പോ മിഠായി തെരുവിൽ? എങ്ങനെയുണ്ട് ഒരു തിരക്കൊക്കെ? മിഠായി തെരുവിൽ നമ്മൾ അങ്ങനെ കച്ചവടം ചെയ്യാൻ വരില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. തിരക്കിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഈ കണിക്കൊന്ന മാത്രമാണോ കച്ചവടം? കണിക്കൊന്ന മാത്രമാണ്. നമ്മൾ രാവിലെ അവിടെ പറിച്ച് കണിക്കൊന്ന മാത്രം. നമ്മൾ ചെറുപ്പക്കാർ 4-5 ആൾക്കാരുണ്ട്, അവർ മാത്രം കണിക്കൊന്ന മാത്രം കച്ചവടം. ഈ വിഷു പ്രമാണിച്ച് കണിക്കൊന്ന മാത്രം കച്ചവടം ചെയ്യാനായി ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു അമ്മയുണ്ട്, എന്തൊക്കെയോ വാങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അമ്മയോട് ശരി. ചേട്ടാ, കണിക്കൊന്ന എങ്ങനെയാ വില, എങ്ങനെയാ കൊടുക്കുന്നത്? ഇതിപ്പോ ഒരു കെട്ടിന് നമ്മൾ 50 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു കെട്ടിന് 50 രൂപ വെച്ചാണല്ലേ? ഇപ്പൊ നല്ല ഡിമാൻഡ് അല്ലേ? അതെ. കെട്ടിന് 50 രൂപ വെച്ച് കൊടുക്കുന്നത്. ഒരു കെട്ടിന് 50 രൂപ എന്ന കണക്കിനാണ് കണിക്കൊന്ന കച്ചവടം ചെയ്യുന്നത്. ഇത് വാങ്ങാൻ വലിയ ഒരു ക്യൂ തന്നെയുണ്ട്. എല്ലായിടത്തും കണിക്കൊന്ന കച്ചവടം ചെയ്യുന്നു. ആളുകളെല്ലാം ഇത് വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു തീരുന്നതിനനുസരിച്ച് അവർ വീണ്ടും അത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആളുകൾ വാങ്ങാനായി എത്തുന്നു. അതുപോലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ പരിസരത്ത് ഒരുപാട് അമ്മമാരത് വാങ്ങുന്നതിനായി നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് അമ്മമാരോട് തന്നെ ചോദിക്കാം. അമ്മേ, എന്തുണ്ട് വിഷുവായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയോ? എല്ലാ ഷോപ്പിങ്ങും നടത്തി, കുട്ടികൾക്കുള്ളത് വാങ്ങിച്ചു, ഞങ്ങൾ വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. ഈ കണിയൊരുക്കുന്നതിനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? എന്താ വിഷു ആഘോഷങ്ങളൊക്കെ നാളെ? സദ്യ ഒരുക്കണം, കണി വെക്കണം, പടകം പൊട്ടിക്കണം. വീട്ടിൽ ആരൊക്കെയാ ഉള്ള? കുഞ്ഞു മക്കളൊക്കെ ഉണ്ടോ? മോളുണ്ട്, കുട്ടികളുണ്ട്, മോൻ്റെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പൊതുവേ ഈ തെക്കൻ ജില്ലകളൊക്കെ അപേക്ഷിച്ച് കോഴിക്കോട്ടെ ജനങ്ങളായി വിഷു ഇത്ര വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ ജനങ്ങളോടൊക്കെ എന്താ പറയാനുള്ള വിഷയം? ജനങ്ങളൊക്കെ നല്ല ആഘോഷത്തിൽ കഴിക്കുക തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് വിഷു കോഴിക്കോട്ടെ വിഷു കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വലിയ തിരക്ക്, മിഠായി തെരുവ് നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കൂട്ടം വിഷുക്കോടി എടുക്കാനും കണി വയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള തിരക്കാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായിരിക്കും കൊച്ചിയിലെയും തൃശ്ശൂരിലെയും ഒക്കെ കാഴ്ചകളും. ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിനും കൊച്ചിയിൽ നിന്ന് ജോയും കൂടി നമുക്കിപ്പോൾ തുടരുന്നുണ്ട്.
ലെവിനെ, തൃശ്ശൂരിലെ വിഷു ഒരുക്കമൊക്കെ ഏതുവരെ എത്തി? ഈ കണിക്കൊന്നയ്ക്ക് അടക്കമൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു കണിക്കൊന്നുണ്ട്, ഒരു വലിയ മരമാണ് കണിക്കൊന്ന. അത് ഞങ്ങൾ അതിനെ സൈക്കോ കണിക്കൊന്ന എന്നാണ് വിളിക്കുക. കാരണം അത് 2 മാസം മുമ്പേ പൂത്ത് എല്ലാം പൊഴിച്ച് കളയും ഈ സമയത്ത്, വിഷുവിൻ്റെ സമയത്ത്. അപ്പോൾ അമ്മ ഇന്ന് കണിക്കൊന്ന വാങ്ങാൻ വേണ്ടി, പൂ വാങ്ങാൻ വേണ്ടി പുറത്തു വേണ്ട ഗതികേടാണ്. വീട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിട്ടും പുറത്ത് പോയി പൂ വാങ്ങണം വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ഇച്ചിരി പൂവും ഒരു മാങ്ങ പിന്നെ ഒരു ചക്കയോ അങ്ങനെ എന്തോ ഒരു സാധനം എല്ലാം കൂടി 250 രൂപയാണ് ഒരു കിറ്റിനെന്ന്. അങ്ങനെയൊക്കെ തന്നെയാണോ തൃശ്ശൂരിലെയും കാഴ്ചകൾ? ഈ അവസാനവട്ട ഒരുക്കം എങ്ങനെയുണ്ട് വിഷുവിൻ്റെ? സേതു, ഞാനിപ്പോഴുള്ളത് തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റിലാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഒന്ന്, സേതു നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി കണിക്കൊന്ന എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങാമെന്ന് കരുതി, പക്ഷേ കിട്ടാനില്ല. 2, നമ്മുടെ ലൈവിൻ്റെ ഭാഗമായി ആളുകളെയൊക്കെ ഒന്ന് കാണാം, കച്ചവടമൊക്കെ ഏത് നിലയിലുണ്ട് എന്ന് അറിയാം, അതിനുവേണ്ടി എത്തിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴും അവിടെ ചെറിയ തോതിലേക്ക് കണിക്കൊന്ന കച്ചവടമുണ്ട്. ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ തൃശ്ശൂരിലെ ഒരുവിധപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ കണിയൊരുക്കുന്നതിനും വിഷു ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഞാനിപ്പോൾ ഉള്ള ശക്തൻ മാർക്കറ്റിൻ്റെ 4 ഇരട്ടി തിരക്കായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഇന്ന് തൃശ്ശൂരിലെ സംബന്ധിച്ചുകൊണ്ട് എല്ലാവിധ മേഖലകളിലും വിഷു ചന്തകൾ പ്രത്യേകമായുണ്ട്, അവിടങ്ങളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ്. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിലും വലിയ തോതിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകളൊക്കെ കുടുംബസമേതം എത്തി ഈ സമയത്തും വിഷു ഒരുക്കങ്ങൾക്ക് വേണ്ടിയും മറ്റുമൊക്കെയായി എത്തുന്നു. കണിക്കൊന്നയൊക്കെ വാങ്ങി ചേട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. കണിക്കൊന്നയൊക്കെ വാങ്ങി റെഡിയാണ് ചേട്ടാ. ചേച്ചി, വലിയ തയ്യാറെടുപ്പുകളൊക്കെയാണ്. വിഷു എവിടം വരെയായി? വിഷു അടിപൊളിയല്ലേ? വിഷു അങ്ങ് വന്നോണ്ടിരിക്കുന്നു. കച്ചവടം കാര്യങ്ങളൊക്കെ എവിടെ പോകുന്നു? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തിരക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നിറച്ച് കടിവെള്ളരിയൊക്കെയാണ്. വിറ്റ് പോകുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ കച്ചവടത്തിൻ്റെതായിട്ടുള്ള തിരക്കുകൾക്കിടയിലാണ് ആളുകളും മറ്റുമൊക്കെ ഇതുകൊണ്ട് സാമ്പാർ കിറ്റൊക്കെ ഓൾറെഡി ഇവിടെ റെഡിയായി കുടുംബസമേതം എത്തി ആളുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും തിരക്കുകളും നമുക്ക് കാണാനാകും. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് മറ്റൊരു പ്രത്യേകതയാണ് പടക്കങ്ങൾ. ഈ വടക്കൻ കേരളത്തിലേതുപോലെ തന്നെ വലിയ ആഘോഷത്തോടു കൂടി പടക്കങ്ങൾ പൊട്ടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തൃശ്ശൂരുണ്ട്. ഇരിങ്ങാലക്കുടയിലൊക്കെ മണിക്കൂറുകൾ ഒരു വെയിലത്ത് ക്യൂ നിന്ന് പടക്കങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പടക്കങ്ങളും മറ്റും വാങ്ങി വിഷുവിനെ കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. കുട്ടികളും ചെറുപ്പക്കാരുമെല്ലാം. സ്ത്രീകളെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് നാളെ ഒരുക്കേണ്ട സദ്യവട്ടങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. വടക്കൻ കേരളത്തിലെ വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ അതേ തനിമയും പൊലിമയും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് തൃശ്ശൂരിലെ ആളുകളും ഇത്തരത്തിൽ കണിയൊരുക്കുന്നതും വിഷു ആഘോഷങ്ങളിലൊക്കെ പങ്കാളികളാകുന്നതും ഒക്കെ. എവിടം വരെയായി വിഷു ആഘോഷം കാര്യങ്ങളൊക്കെ? വിഷു അടിച്ചു പൊളിക്കാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് പോക്കറ്റൊക്കെ കലി, കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പോക്കറ്റ് കാലി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പടക്കൊക്കെ മേടിച്ചു. പടക്കത്തിനാണ്. എത്ര രൂപയുടെ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്? 4000 രൂപയുടെ പടക്കം പൊട്ടിച്ചു തീർക്കുവാണ് ചേച്ചി. 4000 രൂപയാണ് ചേട്ടൻ പൊട്ടിച്ചു തീർക്കാൻ പോകുന്നത്. എന്താ പറയാനുള്ളത്? അടിച്ചു പൊളിക്കുക. നാളത്തെ സദ്യയുടെ സ്പെഷ്യൽ എന്താ? സ്പെഷ്യലൊന്നുമില്ല, സാമ്പാർ, അവിയൽ, അതൊക്കെ തന്നെ. പായസം ഇല്ലേ? പായസം. അങ്ങനെ സേതു, നമ്മുടെ ചേട്ടൻ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ മേടിച്ച് 4000 രൂപയുടെ പടക്കം. ചേച്ചി അങ്ങനെ സദ്യ വെക്കാനും അതിന് പായസം ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ ബ്യൂറോയിൽ കണി വെക്കുന്നില്ല എന്നുള്ള, ബ്യൂറോയിൽ കൂടി കണി വെക്കുന്നതിന് വേണ്ടിയാണ് കണിക്കൊന്ന ഞാൻ തേടി ഇറങ്ങിയത്. കണിക്കൊന്ന വെക്കുന്ന അവിടെ കാണാം, കുറച്ച് പേരൊക്കെ അവിടെ കണിക്കൊന്ന വെക്കുന്നുണ്ട്. അവരോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. കണി വെള്ളരിയുണ്ട്, കണിക്കൊന്നയുണ്ട്. ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതുന്നുണ്ട്. ഏതായാലും ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത് നമ്മള് 20 രൂപ, 10 രൂപ. ആദ്യത്തെ അല്ല, ചൂട് വേനച്ചൂട് ഭയങ്കരമായിരുന്നില്ലേ? ഇത് 1 കിലോ ഉണ്ടാവും. ഇത് 20 രൂപ. 20 രൂപ. കൊന്ന എങ്ങനെയാ? 30 രൂപ. വിഷു കൊന്ന, വിഷു ആഘോഷിക്കട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ. ഒരു ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ശരി ലെവിനെ, ശരി. ഇപ്പൊ ഈ വിലകൾ കേൾക്കുമ്പോഴത്തേനും തൃശ്ശൂർ ആക്ച്വലി എത്തുമ്പോൾ 6 മണി ഒക്കെ വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിച്ച് പതുക്കെ വീട്ടിലെത്തുമ്പോൾ 6-6:30 ആവും. എല്ലാം സെറ്റാണ്. സേതു എല്ലാം സെറ്റാണ് തൃശ്ശൂരെ സംബന്ധിച്ചുകൊണ്ട്. ശരി ലെവിനെ, അപ്പം ഹാപ്പി വിഷു ലെവിനും. എല്ലാം അടിപൊളിയായിട്ട് നടത്തട്ടെ. ഇപ്പം വിലയൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു
മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ കമ്പാരിറ്റീവ്ലി തെക്കൻ കേരളത്തെ വെച്ച് വില കുറവാണ്. ഒരു കുല മറ്റേ എന്താ എൻ്റെ പേര് കണിക്കൊന്നയ്ക്ക് 30 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ വെച്ച് നോക്കിയാൽ ഭയങ്കര ലാഭവുമാണ്. ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് നമ്മൾ പച്ചക്കറി മാർക്കറ്റിലൊക്കെ കാഴ്ചകൾ കണ്ടു. ഈ വിഷു എന്ന് പറയുമ്പോഴത്തേനും കുറേ ആൾക്കാർക്ക് ഈ മധ്യ കേരളത്തിനും അതേപോലെ വടക്കൻ കേരളത്തിനും പടക്കമാണ് പ്രധാനം. പടക്കക്കടയുടെ വിശേഷമാണ് ഇനി ജോയ്മോൻ പറയാൻ പോകുന്നത്. ജോയ്മോനെ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉഷാറായി തുടങ്ങിയോ? സേതു, ഉഷാറായിട്ട് തന്നെയാണ് ഇത്തവണത്തെ വിഷു കൊച്ചിയിൽ നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പടക്കങ്ങളാണ്. അതായത് നമുക്കറിയാം, വിഷു ആണെങ്കിൽ പടക്കങ്ങൾ വേണം. പടക്കങ്ങളുടെ ഒച്ചയില്ലാണ്ട് വിഷു ആഘോഷം മലയാളികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തന്നെ തൃപ്പൂണിത്തുറയിലുള്ള ഒരു ഹോൾസെയിൽ പടക്കക്കടയിലാണ്. ഇവിടെ തന്നെ ആയാലും ഇപ്പോൾ നമുക്കറിയാം വലിയൊരു തിരക്ക് അല്ലെങ്കിൽ വലിയൊരു ആളുകളുടെ ക്യൂ തന്നെ ഇവിടെയുണ്ട്. നമുക്കറിയാം കുറച്ച് മണിക്കൂറുകളായിട്ട് നീണ്ടത് ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം പടക്കത്തിനായിട്ട് വന്നവരാണ്. അപ്പോൾ ഈ ഓലപ്പടക്കം തൊട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും ചേട്ടാ, എങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചു എല്ലാ പടക്കങ്ങളും തിരക്ക് ആണോ? അപ്പോൾ കടയിലൊക്കെ തന്നെ തിരക്കാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ആളുകൾ പ്രധാനമായിട്ട് ഏതൊക്കെ അന്വേഷിച്ച് വരുന്നത് പടക്കങ്ങൾ? പടക്കം എല്ലാ സൈസ് എല്ലാം പുതിയ മോഡൽ സാധനങ്ങളൊക്കെയാണ് പോന്നേക്കണം. പുതിയ തന്നെ ഉണ്ട്. തണ്ണീർമത്തൻ ഉണ്ട്, പിന്നെ പൊങ്ങിപ്പൊടുന്ന കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ അരിവാള് എന്നൊക്കെ പറഞ്ഞ കുറെ ഐറ്റംസ്. അരിവാളൊക്കെ എന്തുവാ? അരിവാളൊക്കെ ഇങ്ങനെ വീശാൻ നേരത്തെ അതിൽ നിന്ന് പൂത്തിരി വന്ന സെറ്റപ്പ് സാധനങ്ങളൊക്കെ. പിള്ളേർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ. തിരക്കൊക്കെ ഉണ്ട്. പൊതുവെ ആളുകളുടെയൊക്കെ പടക്കത്തിനായിട്ട് നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചാലും ഈ വർഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുതിയ പടക്കങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യക്കാരേറെയാണ്. അപ്പോൾ നമുക്കറിയാം, ഓലപ്പടക്കം മുതൽ പൂത്തിരി, അതുപോലെ മത്താപ്പ് തൊട്ട് ഒരുപാട് വെറൈറ്റികളാണ് ഈ വിഷുവിനെ വരവേൽക്കാൻ അല്ലെങ്കിൽ വിഷു ആഘോഷം കളറാക്കാൻ വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത്. അപ്പോൾ കുട്ടികൾ, അതായത് നമുക്കറിയാം കുട്ടികൾക്കായാലും ഇപ്പോൾ പടക്കങ്ങളാണ് ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് തന്നെയാലും അപകടങ്ങൾ കുറവുള്ള ചൈനീസ് പടക്കങ്ങളാണ് ആവശ്യക്കാരേറെയും ഈ വിഷുക്കാലത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് കടയിലായാലും ആളുകളുടെ ഒരു വലിയ തിരക്ക് കാണുമ്പോൾ കടക്കാരും നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. വെച്ചാൽ വലിയൊരു തിരക്കുണ്ട്. അതായത് ഒരുപാട് നേരമായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ നാളെ വിഷുവാണ്, അതിന് മുൻപായിട്ട് പടക്കങ്ങളൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ പടക്കങ്ങളൊക്കെ വാങ്ങി കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലുള്ള ഒരുപാട് ആളുകളും പടക്കം വാങ്ങിക്കാനുണ്ട്. ശരി, അപ്പം പടക്കക്കടകളും ഒക്കെ സജീവമാണ്, നിറയെ തിരക്കാണ്. അപ്പം മാർക്കറ്റുകളൊക്കെ ഉണർന്ന് അത് അവസാനത്തിലേക്ക് എത്തുന്നു. അവസാനവട്ട ഓട്ടപ്പാച്ചിലൊക്കെയാണ്. അപ്പം ഞാൻ